നാടെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരിയിലാണ്. നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും വീടുകളിലും നിരത്തുകളിലും നിറഞ്ഞു കഴിഞ്ഞു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് കേരള ഐക്യ വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച 20 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയും അതിനുള്ളിലെ പുൽക്കൂടും അക്കൂട്ടത്തിൽ ഒരു വേറിട്ട കാഴ്ച. തിരുവനന്തപുരത്തെ കേരള ഐക്യ വൈദിക സെമിനാരിയുടെ ആഗമനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് 20 അടി ഉയരമുള്ള പരിസ്ഥിതി സൗഹൃദ ക്രിസ്മസ് ട്രീ. ട്രെയിൻ യാത്രക്കാർ ഉപേക്ഷിച്ച 5000-ലധികം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സെമിനാരി വിദ്യാർത്ഥികൾ ശേഖരിച്ചു. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ സഹകരണത്തോടെയായിരുന്നു കുപ്പികളുടെ കളക്ഷൻ. കഴുകി വൃത്തിയാക്കി ഉയരത്തിലടുക്കി നടുവിൽ പുൽക്കൂടും ഒരുക്കി. പരിസ്ഥിതി സൗഹൃദ ക്രിസ്മസ് ട്രീക്ക് ഭംഗിയേറുന്നത് രാത്രിയിൽ. പന്ത്രണ്ടടി വിസ്തൃതിയിൽ ക്രിസ്മസ് ട്രീ നിർമ്മിക്കാൻ 2 ആഴ്ചത്തെ കഠിന പ്രയത്നം വേണ്ടി വന്നതായി വിദ്യാർത്ഥികൾ. 5000-ലധികം കുപ്പികളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് അത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഓരോ കുപ്പിയും തമ്മിൽ കണക്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. കാണുമ്പോൾ വളരെ ഒറ്റനോട്ടത്തിൽ സിമ്പിളാണ് എന്ന് തോന്നാമെങ്കിലും 2 ആഴ്ചത്തെ കഠിന പ്രയത്നം അതിൻ്റെ ഉള്ളിലുണ്ട്. അത്രമാത്രം കണക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഞങ്ങളത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുനരുപയോഗത്തിന്റെ ശക്തി, സുസ്ഥിരതയുടെ ആവശ്യകത, പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം എന്നിവ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യസാക്ഷ്യമാണ് ക്രിസ്മസ് ട്രീ എന്ന് കേരള ഐക്യ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ CA ഡേവിഡ് ജോയ്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു പുലരിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സന്ദേശമാണ് നാം സ്വീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും. ഇതുകൂടാതെ സെമിനാരി ക്യാമ്പസിനുള്ളിൽ ക്രിസ്മസിന്റെ വരവറിയിച്ച നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും അലങ്കാരങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.